അപ്പം നമ്മളത്തെ വീഡിയോ നമ്മളൊരു ഷോപ്പിംഗ് ഹാളാണ് ചെയ്യാൻ പോണത്. ഇപ്പോൾ നമ്മൾ വലിയ പെരുന്നാളാണ് വരുന്നത്. ഞങ്ങൾ ബഹ്റൈനിലാണ്. അപ്പോൾ ബഹ്റൈനിൽ വന്നപ്പോൾ കുറച്ച് പെരുന്നാളിന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനൊക്കെ എത്തി. പിന്നെ ഒക്കെ അറിയാം സ്കൂൾ തുറക്കാനായി, പക്ഷെ ഞാനപ്പോൾ വരുന്നില്ല. സ്കൂൾ തുറന്നിട്ടാണ് വരുന്നത്. നമ്മൾ നെസ്റ്റോന്നും പിന്നെ സിറ്റി മാക്സിൽ നിന്നാണ് കൂടുതൽ ഷോപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്കും മേമാക്കും ആണ് കുറച്ച് കൂടുതൽ ഷോപ്പ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ട്, നാളെ ഒരു കുറച്ച് ഷോപ്പ് ചെയ്ത്. പിന്നെ ആദ്യം തന്നെ അപ്പം നമ്മളെ വീഡിയോ കിടക്കാം. ആദ്യം തന്നെ നമ്മൾ നെസ്റ്റോന്ന് കുറച്ച് ക്ലിപ്പും അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിരുന്നു. സംഭവം എന്താ വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ മേമാൻ്റെ മിസ്റ്റേക്കാണ്. ഉമ്മ പറയുന്നില്ല, ഞങ്ങൾക്ക് രണ്ടാക്കി തന്നെ വേണ്ടത്. അപ്പോൾ ഞങ്ങൾ ബാഗിൽ സ്ലൈഡും ഒക്കെ എടുത്തേക്കാൻ മറന്നു. ഈ ക്ലിപ്പും അതൊക്കെ അല്ലേ, അതൊക്കെ എടുത്തേക്കാൻ മറന്നു. ആകെ എടുത്ത് വെച്ചിരിക്കണൊരു കുറച്ചൊരു കൊട്ട പൊടിപ്പ് എടുത്ത് വെച്ചിരിക്കണം. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് തന്നെ ഫാൻസിക്കാണ്. ഫാൻസി നല്ല നെസ്റ്റോയിൽ അവിടെ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ എടുത്ത് ആദ്യം തന്നെ ഒരു ബ്ലാക്ക് സ്ലൈഡ് എടുത്ത്. കാരണം നമുക്ക് പെരുന്നാളല്ലേ, പെരുന്നാളിന് നമുക്ക് മുടിയൊക്കെ നല്ല സ്റ്റൈലാക്കി കെട്ടണ്ടേ. പിന്നെ അതിൻ്റെ കളർ സ്ലൈഡ് എടുത്ത്. പിന്നെ എനിക്ക് ഒരു ഹെയർ ബാൻഡ് മേടിച്ചിട്ട്, കാരണം ഇങ്ങനെ പെട്ടെന്ന് മുടിയൊക്കെ തുറന്നിട്ട് എങ്ങോട്ടേലും പോകണമെങ്കിൽ ഞാൻ മേടിച്ച് എന്തെങ്കിലും ആവശ്യം വന്നാൽ. പിന്നെ ഒരു ക്രാബ് മേടിച്ച് മുടിമ കെട്ടാൻ. അത് കണ്ടപ്പോൾ അതിൻ്റെ ഇഷ്ടമായി, നല്ല ഡിസൈന്. പിന്നെ ഞങ്ങൾ ഒരു സ്ക്രഞ്ചീസ് രണ്ടെണ്ണം മേടിച്ച് സ്ക്രഞ്ചീസ്. പിന്നെ നമ്മൾ പെരുന്നാൾ മൈലാഞ്ചി വേണ്ടേ, മൈലാഞ്ചി അടിച്ചിട്ട് നല്ല മൈലാഞ്ചി ഒരു ഐഡിയ ഇല്ല കേട്ടോ, എന്തായാലും ഇട്ടോക്കും പറയാം. അപ്പം അതുള്ള നമ്മളെ ഫാൻസി ഐറ്റംസ്. ഇനി അടുത്ത നമ്മളെ മെയിൻ ഡ്രസ്സ്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഒന്ന് എടുത്തത് ഇത്ര സാധനങ്ങളാണ്. ഇത് നമ്മൾ കാണുമല്ലോ, നല്ല കാര്യമുണ്ട്. പിന്നെ ആദ്യം തന്നെ ഉമ്മമാർക്കൊരു പലാസ പാൻറ് മേടിച്ചിട്ടുണ്ട്, ഇങ്ങനെ സാധാ ഡ്രസ്സിൻ്റെ ഒപ്പം ഇടാൻ. അപ്പം അത് നമുക്ക് അവിടെ വെക്കാം. പിന്നെ ഇതും അതെ ഉമ്മമാർക്ക് മേടിച്ചതാണ്. എന്തിനാന്ന് നമുക്കറിയില്ല കേട്ടോ, പോലെ അടുത്തത്. പിന്നെ പിന്നെ നമ്മളെ ഇമ്മമ്മ ഒരു സാധാ ചുരിദാർ എടുത്തിരുന്നു കേട്ടോ. ഇതെന്താ ബ്ലൂ കളർ സാധാ എടുത്തതാണ് എടുത്തേക്കണേ. പിന്നെ ഇൻ്റെത് ഇത് ഞാൻ പെരുന്നാളിന് ഇടാൻ വേണ്ടി എടുത്തതൊന്നല്ല, എന്നാലും ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഇത് ഇടാൻ കരുതി. ഡ്രസ്സൊക്കെ കിട്ടിട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇതൊരു ടോപ്പ് പറയാം, ഷോർട്ട് കുർത്തി അങ്ങനെയാണ്. പിന്നെ ഇതാണ് എനിക്ക് എടുത്തത്. പിന്നെ അപ്പോൾ ഗൈസ് നമുക്ക് GMAക്ക് ഓളെ പെരുന്നാൾ ഡ്രസ്സ് വേറെ കേട്ടോ. ഇതൊരു സാധാ നമുക്ക് ഇവിടെ നിന്ന് ഇടാൻ വേണ്ടി മേടിച്ചതാണ്. ഇതൊരു സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ പാൻറ്റും പിന്നെ ഇതിൻ്റെ കുപ്പായമുണ്ട്, അതുണ്ട്. പിന്നെ പിന്നെ ഓൾക്ക് ഒരു ഷർട്ടും കൂടി മേടിച്ചിട്ടുണ്ട്, ഒരു റെഡ് ഷർട്ട്. ഓള് ഇതിലിട്ടാൽ നല്ല രസമാണ് കേട്ടോ, ഇങ്ങനത്തെ കളറിലിട്ടാൽ നല്ല രസമാണ്. അപ്പോൾ ഗൈസ് അടുത്ത് നമ്മൾ മേടിച്ചത് സിറ്റി മാക്സ് എന്നാണ്. നെസ്റ്റോൻ്റെ നേരെ മുമ്പിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ അവിടുന്ന് മേടിക്കാം, ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ അവിടുന്ന് മേടിക്കാം പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ GMAക്ക് ഒരു ടോപ്പ് എടുത്തിക്കണ്, സാധാ ഇടാൻ വേണ്ടിയിട്ട് ടോപ്പ് എടുത്ത്. പിന്നെ ഓൾക്ക് അതിൻ്റെ ഒപ്പം ഒരു ടീഷർട്ടും കൂടി എടുത്ത്. ഇതാണ് കേട്ടോ, എല്ലാതും ഒരേ കളറാണ്. പിന്നെ പിന്നെ എൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ്. അത് ഞാൻ ഒരു ചെറിയ ഭാഗങ്ങൾ കാണിച്ചത്, ഫുള്ള് പിന്നെ കാണിച്ചത് കണ്ടിട്ട്. എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് ഞാൻ ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഒരു കളറാണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ഡിസൈൻ ഒന്നും ഞാൻ കാണിച്ചു തരും. പിന്നെ നമ്മളെ ലാസ്റ്റത്തെ സംഭവിക്കണേ. പിന്നെ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് അത് സസ്പെൻസാണ്, ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുമ്പോൾ കാണാം എല്ലാവർക്കും. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പം ഒരു ലാസ്റ്റ് ഐറ്റം ആയിട്ടത് നമ്മൾ അതിൻ്റെ ഒപ്പം എടുത്തത് ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഷർട്ട് പറയാല്ലേ, അങ്ങനെ അതെടുത്തു. എനിക്ക് ഈ കളറിലില്ല, അതുകൊണ്ട് ഈ കളറിലൊന്നും എടുത്ത്. അപ്പം ഇത്രയും ഷോപ്പിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പെരുന്നാൾ വ്ളോഗായിട്ട് വരും കേട്ടോ, ഉറപ്പായിട്ടും. അപ്പം പിന്നെ ബൈ.